അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പറുദീസ ചിക്കൻ. ക്രിസ്മസ് ഡേ സ്പെഷ്യലാണ്. നമ്മളുടെ ഇതിന്റെ റെസിപ്പി പിറകാലം വരും. നിങ്ങൾക്ക് കഴിക്കണ്ടേ? ചിക്കൻ കറി അപ്പോൾ നമ്മുടെ പറുദീസ ചിക്കൻ്റെ കുക്കിംഗ് ആരംഭിക്കുകയാണ്. കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കനിലേക്ക് നമ്മൾ നല്ല എരിവുള്ള മുളക് പൊടി ഒരു 4 സ്പൂണോളം ഇട്ട് കൊടുക്കുക കേട്ടോ. ചിക്കൻ കണ്ടിട്ട് പേടിക്കേണ്ട, ഇതൊരു ഏകദേശം 5 കിലോൻ്റെ അടുത്തുണ്ട്. നമുക്ക് അത്രയും ഗസ്റ്റ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ. അടുത്തത് മഞ്ഞൾപ്പൊടി ഒരു 1.5 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട്. അപ്പോൾ പ്രത്യേകം ഓർക്കുക, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മളൊരു 2 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുന്നുണ്ട്. ഉപ്പ് ആവശ്യത്തിന് ഉപ്പിടുന്നു. പറുദീസ ചിക്കൻ എന്ന് പറയുന്നത് തന്നെ ഭയങ്കരമായി നല്ല അടിപൊളി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കഴിക്കുമ്പോൾ തന്നെ ഒരു സ്വർഗീയ സുഖം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് നമ്മുടെ കസൂരി മേത്തിയുടെ ഇലയും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗാർലിക് പേസ്റ്റ്, ഉപ്പ്, കസൂരി മേത്തി അവയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള നമ്മുടെ സ്വർഗീയ അല്ലെങ്കിൽ പറുദീസ ചിക്കൻ്റെ മിക്സ് കഴിഞ്ഞു. അപ്പം ഇനി അവിടെ കുറച്ച് നേരം ഇരുന്ന് മസാലയൊക്കെ പിടിക്കണം. അപ്പോൾ എത്ര നേരം പിടിക്കാതിരിക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് കൂടും. എല്ലാം മിക്സ് ചെയ്ത സാധനം ഞാൻ അടച്ചു വയ്ക്കാൻ പോകുന്നു. അപ്പോൾ നമ്മൾ മസാലയൊക്കെ പിടിപ്പിച്ച് വെച്ചേക്കുന്ന ചിക്കൻ 1 മണിക്കൂറിന് ശേഷം എടുത്തിട്ട് ഉറക്കാണ്. അപ്പോൾ നമ്മൾ ചിക്കനും ഈ പ്രാവശ്യത്തെ ഫുഡ് ഇത്തിരി ആൾക്കാർ കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ കിച്ചണിൽ നമുക്ക് അതിനുള്ള സൗകര്യമില്ല. അപ്പോൾ നമ്മൾ പുറത്ത് വെച്ച് ഉണ്ടാക്കുന്ന കേട്ടോ. എൻ്റെ കയ്യിലൊരു ചെറിയൊരു സ്റ്റൗവും ഗ്യാസും കുറ്റിയൊക്കെ ഉണ്ട്. ചിക്കൻ വറക്കുന്നു. അതിനൊപ്പം തന്നെ നമ്മൾ മസാല കൂട്ടാനായിട്ടുള്ള പാത്രം വെച്ചിട്ട് എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായി നമ്മൾ സബോള ഇടാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു 10 പച്ചമുളക് എരിഞ്ഞത്. സബോള പെട്ടെന്ന് നല്ല റെഡിമേഡ് കണ്ടീഷൻ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ചേർക്കാം. അപ്പോൾ പെട്ടെന്ന് വഴറ്റി കിട്ടും അത്. അപ്പോൾ ചിക്കൻ പറുദീസയിലേക്കുള്ള ആദ്യ സ്റ്റെപ്പാണ് നമ്മൾ ചെയ്തത്. ചിക്കൻ വറക്കുന്നു, സൈഡിൽ സബോള പച്ചമുളക് വഴറ്റുന്നു. നന്നായി വഴറ്റി വന്നേക്കുന്ന സബോളയിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്നത് ഇടുന്നു. അതും കൂടി ഇട്ടൊന്ന് വഴറ്റുന്നു. ഏകദേശം സബോള നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായി വഴറ്റിയ സബോള, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി മിശ്രിതത്തിലേക്ക് ഒരു 4 സ്പൂണ് നല്ല എരിവുള്ള മുളക് പൊടി, 1.5 സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടിയും ഒരു 3 സ്പൂണ്. അപ്പോൾ ഇത്തിരി കളർഫുള്ളാക്കാൻ വേണ്ടി 2 സ്പൂൺ കാശ്മീരി ചില്ലും കൂടെ ചേർത്തു. എന്നിട്ട് ഇതിനെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കാഷ്യൂ നട്ട് കലക്കി ഒഴിച്ചേക്കുക. നമ്മൾ അവസാനത്തോട് അടുക്കാം കേട്ടോ. അപ്പോൾ തിക്കാക്കിയ ഗ്രേവി അത് തിളച്ചോണ്ടിരിക്കുക. അപ്പോൾ ഇത്രയും കൂടെ ലൂസാക്കാനുണ്ട്. അപ്പോൾ നല്ല തിളച്ച വെള്ളമായിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കുറച്ച് തിളച്ച വെള്ളം ഒഴിക്കുകയാണ്. അപ്പോൾ കാഷ്യൂവിൻ്റെ ഒക്കെ പേസ്റ്റ് അരച്ചപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും പേസ്റ്റ് ആക്കാതെ സ്വല്പം കുഞ്ഞു കഷ്ണങ്ങൾ ബൈറ്റ് സൈസ്, അതായത് കഴിക്കുമ്പോൾ ഗ്രേവിയിലൊന്ന് കടിക്കാൻ കിട്ടാൻ പാകത്തിന് ആക്കിയിട്ടുണ്ട്. മസിലൊക്കെ പോയി നല്ല തക്കടു മുണ്ടന്മാരായിട്ട് നല്ല ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന പീസുകളൊക്കെ നമ്മൾ ആഡ് ചെയ്യണം. ഇനിയാണ് നമ്മുടെ കുറച്ച് മാജിക്കൽ ടിപ്സ് കേട്ടോ. പലർക്കും അറിയാവുന്ന ടിപ്സാണ്, എന്നാലും ഇതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന സബോള പ്ലസ് നമ്മുടെ കറിവേപ്പില. അപ്പോൾ ഈ സാധനം വടി സ്വഭാവം കളഞ്ഞ് നമ്മൾ നന്നായി ക്രഷ് ചെയ്തിടാണ്.
അപ്പോൾ ഈ സാധനം ചേർക്കുമ്പോൾ ഗ്രേവി നല്ല ടേസ്റ്റും ആവും, നല്ല ഡാർക്ക് കളറും കിട്ടും. അപ്പോൾ തള വന്നു തുടങ്ങിയ ചിക്കനിലേക്ക് നമ്മൾ ഗരം മസാല നമ്മൾ നാട്ടിൽ നിന്ന് പൊടിപ്പിച്ച് കൊണ്ടുവന്ന കേട്ടോ, അതൊരു 2.5 സ്പൂണ് ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്വന്തം ഗ്രീൻ പീസ് വേവിച്ച് വെച്ചത് കേട്ടോ, വേവിച്ചതാണേ, ഒരു വിസിലടിപ്പിച്ചായിരുന്നു. നീ നോക്കിക്കോ, മൊത്തത്തിൽ വെറൈറ്റി സാധനമായിരിക്കും. ഗ്രീൻ പീസും അങ്ങനെ കാഷ്യൂവും ചെറുതായിട്ട് നമുക്കങ്ങനെ കഴിക്കാൻ കിട്ടും. സൂപ്പർ ഗ്രേവി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രീൻ പീസ് എന്ന് പറഞ്ഞ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ ഗ്രീൻ പീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പോരാത്തിന് ഞങ്ങളുടെ ചാലക്കുടി ഭാഗത്തൊക്കെ ഈ കല്യാണ സദ്യക്കൊക്കെ ഇങ്ങനെ ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോൾ, ചിക്കൻ മസാലയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഗ്രീൻ പീസ് ചേർക്കും കേട്ടോ. അപ്പോൾ ആ നൊസ്റ്റാൾജിയ എനിക്ക് ഉള്ളത് കൊണ്ടും ഇത് നമ്മുടെ സ്വന്തം ബ്രാൻഡഡ് ചിക്കൻ ആയതുകൊണ്ടും ഗ്രീൻ പീസ് ചേർത്തേക്കാണ്. അപ്പോൾ അവസാനത്തോട് അടുക്കാറായിട്ടുണ്ട്. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നല്ല ഫ്രഷ് ക്രീം കേട്ടോ. അപ്പോൾ ഫ്രഷ് ക്രീം നമ്മൾ പതുക്കെ ഒരു ഗാർണിഷ് മാത്രമല്ല, ഗ്രേവിയുടെ തിക്നെസ്സിനും ടേസ്റ്റിനും വേണ്ടിയിട്ട് കുറച്ച് ഗ്രേവി, കുറച്ച് ക്രീം നമ്മൾ ചേർത്ത്. അപ്പോൾ നമ്മൾ ചിക്കൻ നല്ലതായിട്ട് തിളയ്ക്കുകയാണ്. അപ്പോൾ തീ ഓഫ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ഗാർണിഷായിട്ട് നല്ല കുനുകുനാന്നരിഞ്ഞ മല്ലിയില കേട്ടോ. പുതിന ഇടരുത്, മല്ലിയില മാത്രമേ നമ്മൾ ഇടുന്നുള്ളൂ. അപ്പോൾ മല്ലിയില അങ്ങനെ ഇടുന്നു. അപ്പോൾ നമ്മുടെ ഹെവൻലി ചിക്കൻ അഥവാ പറുദീസ ചിക്കൻ. അപ്പോൾ ക്രിസ്മസിന് നാളെ ഞങ്ങളൊക്കെ എല്ലാവരും കൂടെ ഒത്തുകൂടാണ്. അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കിയതാണ്, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഈ ചിക്കനാണ്. ഒരു 10-20 പേരുണ്ട്, അവർക്ക് വേണ്ടി ഉണ്ടാക്കിയേക്കുന്ന ചിക്കൻ കറിയാണ് പറുദീസ ചിക്കൻ. അപ്പോൾ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മനസ്സിലാകാത്തവർക്ക് എൻ്റെ അടുത്ത് വീണ്ടും ചോദിക്കാം. അപ്പോൾ നമ്മുടെ കുരിശ് ജംഗ്ഷൻ്റെ പുതിയ വീഡിയോ ആയിട്ടുള്ള പറുദീസ ചിക്കൻ ഉണ്ടാക്കി നോക്കുക എല്ലാവരും. അടിപൊളി. ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ മറക്കരുത്, കുരിശ് ജംഗ്ഷൻ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റും ചെയ്യണം. താങ്ക് യു. ജോഫി ജോസ്.